അപ്പോൾ വാലന്റൈൻസ് ഡേ ഒക്കെ എങ്ങനെ പോകുന്നു? എല്ലാവരും തകർത്ത് കപ്പിൾ ഗോൾസ് ഒക്കെ ചെയ്ത് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഞങ്ങളെപ്പോലുള്ള സിംഗിൾസിന് വേറെ പ്രത്യേകിച്ച് സെലിബ്രേഷൻസും കാര്യങ്ങളൊന്നുമില്ല. ആ കൂടി എനിക്ക് നിങ്ങളോട് പറയാനുള്ള വാലന്റൈൻസ് ഡേയുടെ സെലിബ്രേഷൻ എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല. ഒന്ന് ഡെഡ്പൂളിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. രണ്ട്, നമ്മുടെ ചാനലിൻ്റെ ബർത്ത്ഡേ ആണിത്. സോ ഈ രണ്ട് കാര്യമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വാലന്റൈൻസ് ഡേയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൂടാതെ തന്നെ മറ്റൊരു വലിയൊരു കാര്യം കൂടിയുണ്ട്. വെള്ളിയാഴ്ച നമ്മുടെ ഫാൻ ഫേവറേറ്റ് മാഡം വെബ് സിനിമയും കൂടി റിലീസ് ചെയ്യാൻ പോവാണ്. സോ അതും കൂടി ആരും മറക്കരുത്. കാരണം വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സിനിമ കൂടി തന്നെയാണ്. എന്താണ് ഈ ക്രിറ്റിക്സിൻ്റെ ഭാഗത്ത് നമുക്ക് കുറേയധികം നല്ല വാക്കുകളൊക്കെ കേൾക്കാൻ ഇതുവരെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സോ ഇറങ്ങി കഴിയുമ്പോൾ അറിയാം എങ്ങനെയായിരിക്കും പടം എന്നുള്ളൊരു കാര്യം. സോ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ലാഗ് അടിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഡെഡ്പൂളിൻ്റെ മൂന്നാമത്തെ സിനിമയായിട്ടുള്ള ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ്റെ ടീസർ ട്രെയിലർ നിങ്ങൾ ഓരോരുത്തരെയും കണ്ടു കഴിഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ട്രെയിലറിനകത്ത് തന്നെ നമുക്ക് കുറേയധികം രീതിയിലുള്ള കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്താണ് സംഭവിക്കുന്നത്? ടി വി എന്തിന് ഇവിടെ വന്നു? അപ്പോൾ ലോക്കി തിരിച്ചു വരുമോ? ഡോക്ടർ ഡൂം തിരിച്ചു വരുമോ? സീക്രട്ട് വേഴ്സ് സംഭവിക്കുമോ? ഇനി വേറെ ആരെയൊക്കെ നമുക്ക് കമ്മ്യൂസി കാണാൻ കഴിയും? ഇതെല്ലാം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുള്ളൊരു സാധാരണ രീതിയിലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഇന്ന് എനിക്ക് മനസ്സിലായ കാര്യത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് വേറെ കുറേയധികം ലീക്സും കൂടി ലഭിച്ചിട്ടുണ്ട്. എന്താണ് നമുക്ക് ആക്ച്വലി ഈ ഒരു സിനിമയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. സോ അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മാർവലിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് ആയിരിക്കും പുതിയ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിനിമ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ചുമ്മാതല്ല നമ്മുടെ അണ്ണൻ വന്ന് പറഞ്ഞത് നമ്മളോട്, ഞാൻ മാർവലിൻ്റെ ജീസസ് ആയിരിക്കും, ഞാനിതെല്ലാം ചേഞ്ച് ചെയ്യാൻ പോകാൻ നിങ്ങൾ ഇപ്പോൾ കണ്ടുവന്നിട്ടുള്ള ആ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് എല്ലാം ഞാൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യുമെന്നൊക്കെ പറഞ്ഞത് ചുമ്മാതല്ല എന്നുള്ളൊരു കാര്യത്തിൽ നമുക്കിപ്പോൾ ഏകദേശം ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സിനിമയ്ക്കകത്ത് അവർ ഒത്തിരിയധികം രീതിയിലുള്ള ടൈം ലൈൻസ്, അതായത് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന മാർവലിൻ്റെ ടൈം ലൈൻസിലേക്ക് പോകും. അതുകൂടാതെ തന്നെ ഒത്തിരിയധികം വേരിയൻസിന് നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. ആൻഡ് മൾട്ടിവേഴ്സ്, അതായത് എന്താണോ ഡോക്ടർ സ്ട്രേഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അത് ശരിക്കും ഈ സിനിമയിലായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകണമെന്നാണ് നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെ. ആൻഡ് അതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂസിലേക്ക് നമുക്ക് പോകാം. ആദ്യം ഡെഡ്പൂളിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാം. ആൻഡ് ഈ ഒരു ട്രെയിലറിനകത്ത് നമുക്ക് കുറേയധികം ഹിൻസും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡെഡ്പൂൾ ആ ഒരു പുതിയ കോസ്റ്റ്യൂം ഇടുന്ന സീനിലാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കാൻ അറിയാൻ പറ്റും. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കോസ്റ്റ്യൂം അല്ല ആ ഡെഡ്പൂളിന് ഉള്ളത് തന്നെ. സോ ഞാൻ നേരത്തെ നമ്മുടെ ട്രെയിലർ ബ്രേക്ക് ഡൗണിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെഡ്പൂൾ ടി വിയുടെ കൂടെ ചേർന്നിട്ട് ഈ ഒരു നെക്സസ് ഇവൻറ്റ് തടുത്തു നിർത്താൻ പോകുന്നതായിരിക്കാം സിനിമയുടെ ഏകദേശമുള്ള സ്റ്റോറി എന്നുള്ളൊരു കാര്യം തന്നെ. സോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പല ടൈം ലൈനിൽ പോകുമ്പോഴത്തേക്കും അവിടെയൊക്കെ ഓരോ ഡെഡ്പൂളിൻ്റെ വേരിയൻസ് ഉണ്ടാകാം. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, നമുക്ക് ഏകദേശം കുറേ ലീക്സിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം കുറേയധികം നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു ഡെഡ്പൂളിൻ്റെ വേരിയൻസിനെയൊക്കെ പ്ലേ ചെയ്യുന്ന റയാൻ റെനോൾഡ്സ് തന്നെ ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനകത്ത് എടുത്ത് എസ്പെഷ്യലി പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു സാമുറൈ വെർഷൻ ഓഫ് ഡെഡ്പൂളിനെ നമുക്ക് കിട്ടുമെന്നുള്ളൊരു കാര്യം നമുക്ക് ഏകദേശം കൺഫേം ചെയ്തിട്ടുണ്ട്. റയാൻ റെനോൾഡ്സ് തന്നെ ആയിരിക്കും ആ ഒരു സാമുറൈ ഡെഡ്പൂളിനെ പ്ലേ ചെയ്യുന്നുള്ള ഒരു കാര്യം തന്നെ. അതുകൂടാതെ തന്നെ ഒരു ലേഡി ഡെഡ്പൂളിനെ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഡോഗ് ഡെഡ്പൂൾ, ഡെഡ്പൂളിൻ്റെ ഒരു ഡോഗ് വേർഷൻ, നമ്മൾ സ്പൈഡർമാൻ്റെ ഒരു ഡോഗ് വേർഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുകൂടാതെ തന്നെ ഒരു കിഡ് ഡെഡ്പൂളിനെയും കിട്ടുമെന്നാണ് നമുക്ക് ഡെഡ്പൂളിൻ്റെ ആ ഒരു ലൈനപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് അതുകൂടാതെ തന്നെ എടുത്ത് പറയേണ്ട ടൈലർ സ്വിഫ്റ്റ് ഈ ഒരു സിനിമയ്ക്കകത്ത് ചെറിയ രീതിയിലുള്ളൊരു കമിയോ ചെയ്യും എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏകദേശം ഇപ്പോൾ കൺഫേം ചെയ്തിട്ടില്ല ഏത് ക്യാരക്ടറിനെ ആയിരിക്കും ടൈലർ സ്വിഫ്റ്റ് പ്ലേ ചെയ്യാൻ പോകണം എന്നുള്ള കാര്യം തന്നെ. നേരത്തെ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ലേഡി ഡെഡ്പൂളിൻ്റെ ക്യാരക്ടറിനാണെന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു കൺഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ടൈലർ സ്വിഫ്റ്റിനെ നമുക്ക് എന്താണെങ്കിലും കാണാൻ കഴിയും. സോ ഡെഡ്പൂളിൻ്റെ കാര്യം അല്ലെങ്കിൽ ഡെഡ്പൂളിൻ്റെ വേരിയൻസ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്താണെങ്കിലും ഒത്തിരിയധികം ലോഗൻ അല്ലെങ്കിൽ വൂൾവറിൻ്റെ വേരിയൻസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെയായിരിക്കും. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. കാരണം ഒബ്വിയസ്ലി നമ്മൾ ഓരോരുത്തരും ലോഗൻ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇതിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്, ലോഗൻ മരിച്ചു പോയതല്ലേ, പിന്നെ എങ്ങനെ ലോഗൻ തിരിച്ചു വന്നു എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ആൻസർ റയാൻ റെനോൾഡ്സും ഹ്യൂ ജാക്മാനും തന്നെ ഈ ട്രെയിലറിന് മുമ്പ് തന്നെ അവർ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കാരണം അവർ ലോഗൻ്റെ സ്റ്റോറിയെ ടച്ച് ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ എന്താണോ നമ്മളിപ്പോൾ ആക്ച്വലി ഹ്യൂ ജാക്മാൻ്റെ ഈ ഒരു വെർഷൻ ഓഫ് വൂൾവറിനെ നമ്മൾ കാണാൻ പോകുന്നത് അത് തികച്ചും ആ ഒരു ലോഗൻ അല്ല. അത് ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ലോഗനാണ്. നമ്മളിപ്പോൾ കാണുന്ന ഒരു ടോട്ടലി ഒരു ഡിഫറെൻറ്റ് വേരിയൻ്റ് ആയിട്ടുള്ള ലോഗൻ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഫുൾ ഫ്ലെജ് ആ ഒരു കോമിക് ബുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു കോസ്റ്റ്യൂം കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ ആരും വിചാരിക്കരുത് ലോഗനകത്ത് വൂൾവറിൻ ചാകുന്ന ഞങ്ങൾ കണ്ടല്ലോ, ഇപ്പം പിന്നെ ഇങ്ങനെ പുള്ളി ഇങ്ങനെ ജീസസിനെ പോലെ എന്താ പറയുക ഉയർത്തെഴുന്നേറ്റ് വന്നു എന്നുള്ളൊരു കാര്യം വെച്ച് നമ്മൾ ആരും ഡൗട്ട് അടിക്കരുത്. സോ ആ ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞ് ഇവിടെ അവർ കൺഫർമേഷൻ ചെയ്തേക്കാം. അതുപോലെ തന്നെ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ലോഗൻ്റെ വേരിയൻസിനെ കുറിച്ചിട്ടുള്ളൊരു കാര്യം തന്നെ. ട്രെയിലറിനകത്ത് നമുക്ക് ആ കൂടി 2 സ്നീക്ക് പിക്ക് മാത്രമാണ് നമുക്ക് ലോഗൻ്റെ പുറകിൽ നിന്നുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടിയിട്ടുള്ള. ആദ്യം
ആദ്യം ആ ഒരു കാസിനോയിൽ നമ്മൾ കണ്ടൊരു സീൻ തന്നെയാണ്. ആ ഒരു വൈറ്റ് സ്യൂട്ടൊക്കെ ഇട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കോമിക് ബുക്കിൽ നോക്കിയ പാച്ച് എന്നാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ പേരെന്നുള്ളൊരു കാര്യം. ആൻഡ് ഈ ക്യാരക്ടറിനെ മിക്കവാറും കാൾ അർബൻ അല്ലെങ്കിൽ ഡാനിയൽ റാഡിക്ലിഫ് പ്ലേ ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം വൂൾവറിൻ്റെ വേരിയൻസ് ആണ് അതെല്ലാം തന്നെ. സോ മാർവൽ മിക്കവാറും ചിലപ്പോൾ അതായത് ഹ്യൂ ജാക്ക്മാനെ മാത്രമായിരിക്കില്ല, വേറെ പല ആൾക്കാരെ കൊണ്ടും വൂൾവറിൻ്റെ ക്യാരക്ടറിനെ പ്ലേ ചെയ്യിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ അല്ല, ടോം ഹാർഡി വരില്ല. ടോം ഹാർഡിക്ക് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു, പുള്ളിക്കാരനെ റീകാസ്റ്റ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശമാണ്. പക്ഷേ സോണി വിട്ടുകൊടുക്കില്ല. സോ എനിക്ക് തോന്നുന്നില്ല ടോം ഹാർഡി വരുമെന്ന്. സോ മേ ബി ഇവർ രണ്ടുപേരും ആയിരിക്കും, കാൾ അർബൻ അല്ലെങ്കിൽ ഡാനിയൽ റാഡിക്ലിഫ് ആയിരിക്കാം അത് എന്ന് എനിക്ക് തോന്നുന്നു. അത് കൂടാതെ തന്നെ നമുക്ക് ലോഗൻ തന്നെ ഓരോ യൂണിവേഴ്സിൽ ചെല്ലുമ്പോഴത്തേക്കും ഓരോ ഡിഫറെൻറ്റ് ഇതിലുള്ള ലോഗൻസിനെ നമുക്ക് കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഹ്യൂ ജാക്ക്മാൻ തന്നെ മൾട്ടിപ്പിൾ വേരിയൻസിനെ പ്ലേ ചെയ്യുമെന്നാണ് നമുക്കിപ്പോൾ ഏകദേശം ഒരു കൺഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. സോ ഇനി നമുക്ക് ഡെഡ്പൂളിൻ്റെ ടൈം ട്രാവലിങ്ങിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. കാരണം ഡെഡ്പൂളിൻ്റെ രണ്ടാമത്തെ സിനിമയ്ക്കകത്ത് പുള്ളിക്കാരൻ കുറേയധികം രീതിയിൽ ടൈം ട്രാവൽ ചെയ്യുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ടിവിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഡെഡ്പൂളിനെയാണ് നമുക്ക് ഏകദേശം നമുക്ക് ഈ ഒരു ടീസർ ട്രെയിലറിനകത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് അതുകൂടാതെ തന്നെ നമ്മുടെ ട്രെയിലർ ബ്രേക്ക് ഡൗണിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൾട്ടിപ്പിൾ ടൈം ലൈനിൽ, അതായത് നമ്മുടെ MCUവിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ള സിനിമകളിലുള്ള മൾട്ടിപ്പിൾ ടൈം ലൈനിൽ ഡെഡ്പൂൾ പോകാനാണ് സാധ്യത, നെക്സസ് ഇവന്റ് തടുത്തു നിർത്താൻ തന്നെ. അതിനകത്ത് ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറഞ്ഞാൽ അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോൺ, ക്യാപ്റ്റൻ അമേരിക്ക ഫസ്റ്റ് അവഞ്ചർ, തോർ റാഗ്നറോക്ക്, ഇതേപോലത്തെ സിനിമയൊക്കെ അവർ പ്രൊമിനന്റ് ആയിട്ട് നമ്മളെ ആ ഒരു ടീസർ ട്രെയിലറിനകത്ത് തന്നെ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് തന്നെയാണ്. സോ അങ്ങനെ ഡെഡ്പൂൾ ഈ പറഞ്ഞിട്ടുള്ള ഓരോ ടൈം ലൈനിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് പൊതുവെ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ഈ ടൈം ലൈനിലെല്ലാം നമ്മുടെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ടൈം ലൈൻ ആണല്ലോ. സോ അവരെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ അവർ ചെയ്യുവാണെങ്കിൽ എന്താണെങ്കിലും അവരെയും നമുക്ക് കാണാൻ സാധിക്കുന്ന തന്നെയായിരിക്കും. കാരണം ജസ്റ്റ് ഏജ് ഓഫ് അൾട്രോണിനെ കുറിച്ച് തന്നെ ഞാൻ പറയാം. ഏജ് ഓഫ് അൾട്രോൺ നമുക്ക് അറിയാവുന്ന തന്നെയാണ്, ആ ഒരു അവഞ്ചേഴ്സിൻ്റെ ആ ഒരു ഐക്കോണിക് ടീം അപ്പ് സീനെല്ലാം നമുക്ക് കണ്ടിട്ടുള്ളത് തന്നെയാണ്. ഈ ഒരു എന്താ പറയുക, സ്നോയിൽ കൂടിയിട്ട് അവർ ആ ഒരു ബൈക്കൊക്കെ ചടിച്ചു പോകുന്ന ആ ഒരു സീനെല്ലാം ക്യാപ്റ്റൻ അമേരിക്ക അവഞ്ചേഴ്സ് അസംബിൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ, അങ്ങനെ ഉണ്ടെങ്കിൽ മിക്കവാറും ചിലപ്പോൾ മാർവൽ വിചാരിച്ചാൽ നമ്മുടെ OG അവഞ്ചേഴ്സിനെ അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. കാരണം ഇന്നാലേ ആ ഒരു സീൻ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് തോന്നുള്ളൂ. കാരണം ഈ ഡെഡ്പൂൾ ഇവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു ആ ഒരു കാര്യം. കാരണം പഴയ സിനിമയുടെ സീൻ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് എത്രത്തോളം ഇതാവും എന്നുള്ളൊരു കാര്യം. പക്ഷേ അവരിങ്ങനെയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അത് മൈൻഡ് ബ്ലോയിങ് ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ OG അവഞ്ചേഴ്സ് ഈ പറയുന്ന ടൈം ലൈനിൽ അവരെ തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ ഇത്രയും പറയുന്നുള്ളൂ, RDJയെ തിരിച്ചു കൊണ്ടുപോകും. ആ ഒരു ഒറ്റൊരു കാര്യം എനിക്ക് ആക്ച്വലി മാർവലിനോട് എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഞാൻ എക്സൈറ്റഡ് തന്നെയാണ്. ഡെഡ്പൂൾ പല മൾട്ടിപ്പിൾ ടൈം ലൈൻസിൽ പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് സാധ്യത തള്ളിക്കളയാൻ എന്താണെങ്കിലും സാധിക്കുന്നത് തന്നെയല്ല. സോ ഈ സെയിം കാര്യം തന്നെയാണ് ക്യാപ്റ്റൻ അമേരിക്കയുടെ ഇതിനകത്തും. അതുകൂടാതെ തന്നെ തോർ റാഗ്നറോക്ക്, പിന്നെ അയൺമാൻ്റെ സിനിമയെല്ലാം നമ്മൾ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇതിലൊക്കെ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവെക്കാനുള്ളൊരു കാര്യം തന്നെ. ഇനി നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന മറ്റൊരു വലിയൊരു ഡൗട്ട് തന്നെയായിരുന്നു, അതായത് ഈ ഒരു TV ഏതാണ് എന്നുള്ളൊരു കാര്യം തന്നെ. കാരണം നേരത്തെ ട്രെയിലർ ബ്രേക്ക് ഡൗണിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് വേറൊരു TV ആയിരിക്കാം, വേറൊരു യൂണിവേഴ്സിലുള്ള വേറൊരു TV ആയിരിക്കാം എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നും കുറേ ഫ്രണ്ട്സ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മാർവലിന് ഒരേ ഒരു TV ഉള്ളൂ. ശരിയാണ്, മാർവലിന് ഒരേ ഒരു TV ഉള്ളൂ, ആ ഒരു വോയിഡിനകത്ത് ഒരേ ഒരു TV ഉള്ളൂ. പക്ഷേ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ റൂൾസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു രണ്ടാമത്തെ TV ആകാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. അത് നമുക്കിപ്പോൾ തള്ളിക്കളയാനൊന്നും സാധിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള രീതിയിലുള്ള TV അല്ല നമ്മളിപ്പോൾ ആക്ച്വലി കണ്ടിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ തിയറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ലോക്കി ആ ഒരു ടെമ്പറൽ ലൂം പുള്ളിക്കാരൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് കറൻ്റ്ലി ലോക്കിയാണ് അത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. ആൻഡ് നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും, ആ ഒരു ടെമ്പറൽ ലൂം ഇപ്പോൾ ആക്ച്വലി ഒരു 3 ബ്രാഞ്ചസ് ആക്കി അവർ മാറ്റിയേക്കുകയാണ്. സോ ഇൻഫിനിറ്റി ഓഫ് ടൈം ലൈൻസ് നമുക്ക് എന്താണെങ്കിലും നമുക്ക് അതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നമുക്കറിയില്ല ലോക്കിയുടെ സീസൺ 2 ശേഷം എന്താണ് പിന്നീട് TVയിൽ സംഭവിച്ചതെന്നുള്ളൊരു കാര്യം. നമുക്ക് ജസ്റ്റ് സ്നീക്ക് പീക്ക് നമുക്ക് അതായത് സീരീസിൻ്റെ എൻഡിങ്ങിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ മേ ബി ഇത് ലോക്കി ആ ഒരു കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു പുതിയ വെർഷൻ ഓഫ് TV ആകാനും സാധ്യത കൂടുതലാണ്. കാരണം നമുക്ക് അറിയാം, നമ്മൾ ഓരോരുത്തരും ലോക്കിയുടെ ആ ഒരു സീരീസ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കോസ്റ്റ്യൂംസ് ഒന്നും അല്ല TVയിലുള്ള ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ചോദിക്കുമ്പോൾ മോബിയസ് എവിടെ പോയെന്ന് വെച്ചാൽ, മോബിയസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ ഇനി റിട്ടയർമെൻ്റ് ആണ് ഇഷ്ടം എന്നുള്ളൊരു കാര്യം പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പുള്ളിക്കാരന് മറ്റേ ജെറ്റ് സ്കി ഓടിച്ച് നടപ്പുണ്ടാവും എല്ലായിടത്തും, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഒരു ചാൻസസ് ഉണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നല്ലെങ്കിൽ ഇത് നമ്മുടെ അതായത് ലോക്കിയുടെ ഇവൻസിന് ശേഷം പുതിയതായിട്ട് വന്നിട്ടുള്ള TV ആയിരിക്കും, അല്ലെങ്കിൽ ഇത് തികച്ചും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു TV ആയിരിക്കും. പക്ഷെ അത് ഞാൻ ആദ്യം പറഞ്ഞ തിയറിയിൽ ഒരിക്കലും ഞാൻ തന്നെ യോജിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ മാർവലിന് വേറെ കുറേ പുതിയ കാര്യങ്ങൾ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. സോ അത് അത്രയ്ക്ക് സെൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ ഞാൻ പറയുള്ളൂ.
മിക്കവാറും ലോക്കിയുടെ ആ ഒരു ടൈം ലൈൻ, അതായത് ആ ഒരു ടൈം ലൈൻ ഫിക്സ് ചെയ്തതിന് ശേഷമുള്ളൊരു ടി വി ആകാനാണ് സാധ്യത കൂടുതൽ തന്നെ. സോ ലോക്കിയെ നമുക്കിതിനകത്ത് കാണാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യതയുണ്ട്. നമ്മൾ ടി വിയിലേക്ക് ഡയറക്റ്റ് പോകുന്നത് കൊണ്ട് ഡയറക്റ്റായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ ലോക്കിയുടെ റെഫറൻസ് നമുക്ക് ഒത്തിരി രീതിയിൽ തന്നെ കിട്ടാൻ സാധ്യത വളരെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് വീണ്ടും കുറേയധികം കമിയോസ് ഞാൻ പറഞ്ഞു, അതായത് ലോകനകത്തുണ്ടായിരുന്ന ആ ഒരു കുട്ടിയുടെ കമിയോ പുള്ളിക്കാർ തിരിച്ചു വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ വേറെ പല മാർവൽ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ കമിയോ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ കൺഫർമേഷൻ ചെയ്യാൻ നമുക്കൊന്നും സാധിച്ചില്ല. പക്ഷെ മൾട്ടിവേഴ്സ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് പോസിബിലിറ്റി ഉണ്ട്. അവർക്ക് ആരെ വേണമെങ്കിലും നമ്മളെ കാണിച്ചു തരാവുന്ന തന്നെയാണ്. സ്പൈഡർമാനെ വരെ വേണമെങ്കിലും കാണിച്ചു തരാവുന്നത് തന്നെയാണ്. കാരണം കുറച്ച് ഫ്രണ്ട്സ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെഡ് പൂൾ ആൻഡ് സ്പൈഡർമാൻ കാണാൻ താല്പര്യമുണ്ടെന്നുള്ളൊരു കാര്യം. സോണി മാർവലും കൂടി വിചാരിച്ചാൽ സാധിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ആക്ച്വലി ഡെഡ് പൂളിൻ്റെ ഒരു പുതിയ ടീസർ ട്രെയിലറിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ആ ഒരു കോമിക്സ് ബുക്കിൻ്റെ കാര്യം ഞാൻ ബ്രേക്ക് ഡൗണിൽ തന്നെയാണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഡൂം ഈസ് കമ്മിങ്, സീക്രട്ട് വാർസ്. അല്ല ചുമ്മാ അവരങ്ങനെ എന്തെങ്കിലും ഒരു കോമിക് ബുക്ക് ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ ഡൂം തന്നെ ആയിരിക്കാം സീക്രട്ട് വാർസിലെ മെയിൻ വില്ലൻ. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ക്യാങ്ങിൻ്റെ കാര്യം നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. ക്യാങ്ങിനെ അവർ കാസ്റ്റ് ചെയ്യുമായിരിക്കും. ക്യാങ് ഡൈനാസ്റ്റി എന്ന് പറഞ്ഞ സിനിമ അവർ ഇതുവരെ ക്യാൻസലും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കറൻ്റ്ലി അതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് നമുക്കറിയില്ല. സോ പ്രസൻ്റ്ലി അത് ക്യാൻസൽ ചെയ്തിട്ടില്ല. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നത് സീക്രട്ട് വാർസിലേക്ക് പോകുമ്പോൾ ഡൂം തന്നെ ആയിരിക്കാം മെയിൻ വില്ലൻ എന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഡൂം ഒരു കിടിലനായിട്ടുള്ളൊരു വില്ലൻ തന്നെയാണ്. സോ ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ വാലന്റൈൻസ് ഡേ? അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. പുതിയ അതായത് ഡെഡ് പൂൾ ആൻഡ് വൂൾവറിൻ്റെ ആ ഒരു പോസ്റ്റർ കണ്ടോ? വൺ പൊളിയല്ലേ? വാലന്റൈൻസ് ഡേക്ക് പറ്റിയ പോസ്റ്റർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, ടു സം സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.